ഫ്രണ്ട്സ് എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 144/2023 നടന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ LDC LGS ലെവൽ എക്സാമാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഈ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി നമുക്കറിയാം, ദണ്ഡിയാണെന്നറിയാം. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കാൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും കേട്ടോ. മൂന്നാമത്തെ ചോദ്യം: യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സെൻസസ് കേട്ടോ, സെൻസസ് ആണ്. നാലാമത്തെ ചോദ്യം: നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാൻ പറ്റും. ഏതാണ്? ജാവലിൻ ത്രോയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം: കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളിനെയും ജയിലടയ്ക്കാൻ ഗവൺമെന്റ് അധികാരപ്പെടുത്തിയത് ഏതാണ്? റൗലറ്റ് ആക്ട് ആണ് കേട്ടോ. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലടക്കാൻ ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തിയത് റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ആറാമത്തെ ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം, ഓപ്ഷൻ സി ആണ്, ചൗരി ചൗരാ സംഭവമാണ് കേട്ടോ. ചൗരി ചൗരാ സംഭവം. ഏഴാമത്തെ ചോദ്യം: പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ്, ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അതാണ് അതിനകത്ത് ബന്ധപ്പെടാത്ത ചോദിച്ചേക്കുന്നത് കേട്ടോ. എട്ടാമത്തത്: ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ്? നമുക്കറിയാം, പോർച്ചുഗീസുകാരാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 9, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG. ഓപ്ഷൻ സി ആണ് കേട്ടോ. 10, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എങ്ങോട്ടാണ്? വെങ്ങാനൂരിൽ നിന്നാണ്. വെങ്ങാനൂര് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, വെങ്ങാനൂരിൽ നിന്ന്. 11ാം പട്ടികയിൽ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ നമുക്കറിയാം ഭാഷകളാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ഭാഷകൾ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം ഏതാണ് ചോദിക്കുന്നത് കേട്ടോ? ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ് കേട്ടോ, ബ്രഹ്മസമാജം. കൃഷി വകുപ്പ് മന്ത്രി ആരെന്നാണ് ചോദിക്കുന്നത്? P. പ്രസാദ്. നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 14, അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 15ാമത് ചോദ്യം: യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ്? ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 16ാമത് ചോദ്യം: തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 18ാമത്തെ ചോദ്യം: പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? വ്യവസായമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഏത്? 20 ദിന പരിപാടി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2021-22 മാനവ വികസന സൂചിക HDIയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 132ാം സ്ഥാനമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 21ാമത് ചോദ്യം: ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഇതെന്താണ്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. എല്ലാം ശരിയാണ് കേട്ടോ. ബി ആണ് ആൻസർ കേട്ടോ. 22ാമത് ചോദ്യം: താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ S. രാധാകൃഷ്ണൻ കമ്മീഷനാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം ഏതാണ്? ഓപ്ഷൻ എ കോഴിക്കോടാണ് കേട്ടോ. ഓപ്ഷൻ എ കോഴിക്കോടാണ്. അടുത്തത്: തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്?
സേവന മേഖല എന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, മതികെട്ടാം ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻചോലയാണ് കേട്ടോ, ഉടുമ്പൻചോലയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 26ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. 27ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 28ാമത്തെ ചോദ്യം, 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലുണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉരുൾപൊട്ടലാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 29ാമത്തെ ചോദ്യം, പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആരാണ്? പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആരാണ്? MD വത്സമ്മ കേട്ടോ, MD വത്സമ്മ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? തട്ടേക്കാട് വന്യജീവി കോതമംഗലമാണ് കേട്ടോ, കോതമംഗലം. ഓപ്ഷൻ ബി. 31, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബ്രഹ്മപുരം ഏതാണ്? എറണാകുളമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല, മുനിസിപ്പാലിറ്റി എറണാകുളമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ്? ഇടിമിന്നൽ കേട്ടോ. ഓപ്ഷൻ എ ആണ്, ഇടിമിന്നൽ. അടുത്തത്, ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന് കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ആക്കുളം കേട്ടോ, ആക്കുളം. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ആക്കുളമാണ്. 37ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ് ചോദിക്കുന്നത്? ഏതാണ്? ദാമനാണ് കേട്ടോ, ദാമൻ. പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ദാമൻ. 38ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ്? ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? അമർകാണ്ട് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായി വരുന്ന പ്രസ്താവന? ഏതാണ്? 1ഉം 2ഉം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 40ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഇറ്റാനഗർ കേട്ടോ. ഏതാണ്? അരുണാചൽ പ്രദേശാണ് കേട്ടോ, അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ, മഹാരാഷ്ട്ര. ഓപ്ഷൻ എ. 42, 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ് കേട്ടോ, തെലുങ്കാന. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് കേട്ടോ, ബംഗ്ലാദേശ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 44ാമത് ചോദ്യം, ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആകാശത്തിന്റെ നീലനിറത്തിന് വിസരണമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 47, ഏത് മൂലകത്തിന്റെ ആറ്റോമിക നമ്പറാണ് 100? ഫെർമിയത്തിന് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഫെർമിയം. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? USA കേട്ടോ, USA. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? USA. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? 47ാമത് ചോദ്യം, ചെന്നൈ ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. 48ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത്. ഇതിൽ 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന കേട്ടോ, 1ഉം 3ഉം.
1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനം. LIC ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഇവയിൽ പട്ടികയിൽപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞത് കേട്ടോ. 1ഉം 3ഉം മാത്രം. ഇനി 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ചിലിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ചിലി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറ്. 58ാമത് ചോദ്യം. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഏതാണ്? അത് ഈജിപ്റ്റ് ആണ് കേട്ടോ. ഈജിപ്റ്റ്. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഈജിപ്റ്റ് ആണ്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ് ആണ് കേട്ടോ. മങ്കി പോക്സ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 60ാമത് ചോദ്യം. സ്ട്രീറ്റ് ലൈറ്റുകൾ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണമാണ് കേട്ടോ. കോൺവെക്സ് ദർപ്പണമാണ്. 61ാമത് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത്? ലാക്കസ് വെറീസ് ആണ് കേട്ടോ. ലാക്കസ് വെറീസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 62ാമത്തെ ചോദ്യമാണ്. ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? 1000 kg/m³ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 63. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. 64ാമത്തെ ചോദ്യം. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം എന്താണ്? ഓപ്ഷൻ ബി സൾഫർ ആണ് കേട്ടോ. സൾഫർ. 65ാമത്തെ ചോദ്യം. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനെസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് കേട്ടോ. ഓപ്ഷൻ സി സിക്കിം. 66ാമത്തെ ചോദ്യം. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ ആണ് കേട്ടോ. ഒലിവർ ഡീമൻ ആണ്. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ് കേട്ടോ. O ഗ്രൂപ്പ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ഓപ്ഷൻ സി ഹീമോഫീലിയ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 2 മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം. അത് തെറ്റാണ്. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് രക്തദാനം ചെയ്യരുത്. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റമിൻ എ ആണ് കേട്ടോ. വിറ്റമിൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 73. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണെന്നുള്ളത് കേട്ടോ. ഇനി 74ാമത്തെ ചോദ്യം എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിന്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? ഇതാണ് ചോദ്യം കൊടുത്തിരിക്കുന്നത്. ഇൻസുലിൻ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇൻസുലിൻ. ആന്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 76. ചില രോഗങ്ങളും അവയ്ക്കെതിരെ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്ഷയം BCG വാക്സിൻ കേട്ടോ. ക്ഷയം BCG അതാണ് ശരിയായത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 77. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി നമുക്കറിയാം ശ്രീമതി വീണ ജോർജ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 78. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്
രോഗവുമായി ബന്ധപ്പെട്ടാണ് റെഡ് റിബൺ അടയാളം? ഏതാണ്? റെഡ് റിബൺ എയ്ഡ്സ് ആണ്. എയ്ഡ്സ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ഓപ്ഷൻ സി ആണ് ആൻസർ. 80ാമത് ചോദ്യം. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? വൈറസ് കേട്ടോ. ഓപ്ഷൻ എ വൈറസ്.